മന്ത്രി മുഹമ്മദ് റിയാസിന് കൂക്കുവിളി. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം വ്യാപിപ്പിക്കാൻ UNA. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ നടത്തുന്ന സമരം കൂടുതൽ ആശുപത്രികളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. കൊച്ചിയിൽ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നടത്തുന്ന സമരം ജില്ലയിലെ 5 സ്വകാര്യ ആശുപത്രികളിൽ തുടരുകയാണ്. അതേസമയം ICU, വെന്റിലേറ്റർ, അത്യാഹിത വിഭാഗം തുടങ്ങിയ ഇടങ്ങളിൽ ജോലി ചെയ്ത നഴ്സുമാർ ഡ്യൂട്ടിക്ക് ഹാജരായി. തിരുവനന്തപുരം ജില്ലയിൽ UNA യൂണിറ്റുള്ള ആശുപത്രികളിലെ മാനേജ്മെന്റുകൾ മിനിമം വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ വിവിധ മാനേജ്മെന്റുകൾ അംഗീകരിച്ചതിനെ തുടർന്ന് സമരം ഒഴിവാക്കി. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ സംഘടനയും മാനേജ്മെന്റുകളും തമ്മിൽ ധാരണയിലെത്തിയതായി നേതാക്കൾ അറിയിച്ചു. ജില്ലയിലെ കൂടുതൽ ആശുപത്രികളിൽ വരും ദിവസങ്ങളിൽ സംഘടനയുടെ യൂണിറ്റ് ആരംഭിച്ച് മാനേജ്മെന്റുകളുമായി ചർച്ച നടത്തുമെന്നും ഇവർ വ്യക്തമാക്കി. കോഴിക്കോട് വേതന വർധനയുമായി ബന്ധപ്പെട്ട സമരത്തിനും പിന്തുണ നൽകിയെന്ന് കാട്ടി 2 നഴ്സുമാരെ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് പിരിച്ചുവിട്ടതിൽ വൻ പ്രതിഷേധമുണ്ടായി. തുടർന്ന് നഴ്സുമാർ എരഞ്ഞിപ്പാലം മാവൂർ റോഡ് ഉപരോധിച്ചു. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ വ്യക്തമാക്കി. രാവിലെ നഴ്സുമാരുടെ വിവിധ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന ആവശ്യവുമായി കോഴിക്കോട് കളക്ടറേറ്റ് ഉൾപ്പെടുന്ന സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ സമരത്തിൽ അണിചേരാൻ ജില്ലയിലെ 600 നഴ്സുമാരാണ് എത്തിയത്. അടിസ്ഥാന ശമ്പള വർധന അടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ഇവർ പ്രഖ്യാപിച്ചു. രാവിലെ മലാപ്പറമ്പ് മാനാഞ്ചിറ റോഡ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് റോഡ് ഷോ നടത്തിയ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ നഴ്സുമാർ കൂവി വിളിച്ചു. മലാപ്പറമ്പ് മാനാഞ്ചിറ റോഡ് ഉദ്ഘാടനത്തിനു ശേഷം നടത്തിയ റോഡ് ഷോയ്ക്കിടെയാണ് സിവിൽ സ്റ്റേഷന് മുന്നിൽ സമരം ചെയ്യുന്ന നഴ്സുമാരിൽ ചിലർ മന്ത്രിയെ കൂക്കി വിളിച്ചത്. MLA തോട്ടത്തിൽ രവീന്ദ്രനും മേയർ O സദാശിവനും റോഡ് ഷോയിലുണ്ടായിരുന്നു. സിവിൽ സ്റ്റേഷന് മുന്നിലൂടെ റോഡ് ഷോ കടന്നുപോകുമ്പോൾ മന്ത്രി സമരക്കാരെ അഭിവാദ്യം ചെയ്ത് കൈവീശി കാണിച്ചു. ഈ സമയത്താണ് സമരപന്തലിൽ നിന്നും കൂക്കിവിളിയുണ്ടായത്. എന്നാൽ മന്ത്രി ഇക്കാര്യം ഗൗനിക്കാതെ റോഡ് ഷോ തുടർന്നു. മിനിമം വേതനം 40,000 ആക്കണമെന്ന ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറാകാത്ത സ്വകാര്യ ആശുപത്രികൾക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് നഴ്സിംഗ് സംഘടനകളുടെ തീരുമാനം. നഴ്സുമാരുടെ സമരത്തിൽ മലബാർ മേഖലയിൽ ഭൂരിഭാഗം സ്വകാര്യ ആശുപത്രികളുടെയും പ്രവർത്തനം മന്ദഗതിയിലായി. കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ പുതിയ കേസുകൾ എടുക്കാത്തതിനാൽ മെഡിക്കൽ കോളേജ്, ബീച്ച് സർക്കാർ ആശുപത്രി എന്നിവിടങ്ങളിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടു. ആശുപത്രി മാനേജ്മെന്റുകൾ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ കണ്ണൂരിലെ മുഴുവൻ ആശുപത്രികളിലേക്കും സമരം വ്യാപിപ്പിക്കുമെന്ന് UNA ജില്ലാ ഭാരവാഹികൾ വ്യക്തമാക്കി. ഷിഫ്റ്റ് സമയം കഴിഞ്ഞും ജോലിയിൽ തുടരാൻ ചില ആശുപത്രി മാനേജ്മെന്റുകൾ നിർബന്ധിക്കുന്നതായി നഴ്സുമാർ പറയുന്നു. ഹോസ്റ്റലിൽ താമസിക്കുന്ന നഴ്സുമാരോട് ജോലിക്ക് ഹാജരാകാൻ ആവശ്യപ്പെടുന്നുണ്ടെന്നും നഴ്സുമാർ പറയുന്നു. ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെയും സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെയും സമരത്തെ തുടർന്ന് ആരോഗ്യ ചികിത്സാ രംഗത്തുണ്ടാകുന്ന കടുത്ത പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം ഉന്നയിച്ച MK രാഘവൻ MP മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. അടിയന്തര പ്രാധാന്യത്തോടെ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നും MK രാഘവൻ MP ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ മമ്മൂട്ടിയോട് പരസ്യമായി ക്ഷമ ചോദിച്ചിരിക്കുകയാണ്. വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെയുണ്ടായ വിവാദത്തിലും തുടർന്നുള്ള സൈബർ ആക്രമണത്തിലും നടൻ മമ്മൂട്ടിയോട് ക്ഷമ ചോദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മമ്മൂട്ടിയോട് പരസ്യമായി ക്ഷമ ചോദിക്കുകയാണെന്നും മഹാനടനെ മനസ്സിലാക്കണമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ടൗൺഷിപ്പ് സന്ദർശനത്തിനെത്തിയപ്പോൾ CPM ജില്ലാ സെക്രട്ടറി K റഫീഖിനോട് മമ്മൂട്ടി ഇടപെട്ടത് സദുദ്ദേശത്തോടെയാണെന്നും മമ്മൂട്ടിയെ അപമാനിക്കരുതായിരുന്നുവെന്നും മനസ്സിന് വിഷമമുണ്ടായതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എന്നും കേരളത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നയാളാണ് മമ്മൂട്ടിയെന്നും പെരുമ്പളം പാലത്തെ മമ്മൂട്ടി പ്രകീർത്തിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആരെയും അറിയിച്ച ശേഷമല്ല വയനാട് ടൗൺഷിപ്പ് കാണാൻ മമ്മൂട്ടി എത്തിയത്. ചെന്നൈയിൽ നിന്നും യാത്ര ചെയ്താണ് മമ്മൂട്ടി വയനാട് എത്തിയത്. ആരെയും അറിയിക്കാതെ യാത്രയായിരുന്നു അത്. അതിനാൽ തന്നെ സദുദ്ദേശത്തോടെയാണ് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമെന്നും വിവാദമാകുമെന്നും കരുതി മമ്മൂട്ടി അത്തരത്തിൽ ജില്ലാ സെക്രട്ടറിയോട് സ്വകാര്യമായി കാര്യം പറഞ്ഞത്. എന്നാൽ നമ്മുടെ നാട്ടിൽ എന്തിനേയും വിവാദമാക്കുന്ന ചിലരുണ്ട്. നല്ല നിലയിൽ ഇടപെടുന്നയാളാണ് CPM ജില്ലാ സെക്രട്ടറിയായ K റഫീഖ്. മമ്മൂട്ടി സ്വകാര്യമായി പറഞ്ഞ കാര്യം ക്യാമറ വസ്ത്രത്തിൽ വെച്ച് നടക്കുന്നവർ വിവാദമാക്കി. മമ്മൂട്ടിയെ സാമൂഹിക മാധ്യമത്തിൽ അധിക്ഷേപിച്ചത് ദൗർഭാഗ്യകരമാണ്. എന്തിനാണത് വിവാദമാക്കിയത്? CPM സാമൂഹിക മാധ്യമ പോരാളികൾ വലിയ തോതിൽ മമ്മൂട്ടിയെ ആക്രമിച്ചുവെന്ന പ്രചാരണമുണ്ടായി. CPM സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് മമ്മൂട്ടിയെ അറിയാതെയായോ? ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിന് വിഷമം ഉണ്ടായതിൽ പരസ്യമായി ക്ഷമ ചോദിക്കുന്നു. മമ്മൂട്ടിയെ അപമാനിക്കരുതായിരുന്നു. മമ്മൂട്ടി എന്ന മഹാനടനെ മനസ്സിലാക്കണമായിരുന്നു. എങ്ങനെ ഒരു നല്ല കാര്യത്തെ ചീത്തയാക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു.